നമസ്കാരം. ചിലർക്ക് നിയമലംഘനങ്ങൾ നടത്തുന്നത് ഒരു ഹരമാണ്. ഒരു ദുരന്തമോ അപകടമോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കുന്നത്, അതും 2 ദിവസം. അതിന്റെ ഉദാഹരണമാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭക്ഷ്യബാധ. ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വല്ല ഛർദിയോ വയറിളക്കമോ മറ്റോ വന്നാൽ പരാതിപ്പെടുന്നതോടെ മാധ്യമങ്ങൾ ഇളകും. ക്യാമറയും തൂക്കി ചാനലുകാർ തെക്ക് വടക്ക് തേരാപ്പാര നടക്കും. ഒരു സംഭവം നടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് കരുതി അധികൃതർ റെയ്ഡ് എന്ന പ്രഹസനം നടത്തും. പിന്നീട് ഒരു പരിശോധന നടക്കണമെങ്കിൽ അടുത്തൊരു ദുരന്തമുണ്ടാക്കണം. ഞാൻ പറഞ്ഞത് ഒരാമുഖം എന്നുള്ള നിലയിലാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ കാഴ്ച കാണുക. ഇത് തിരുവനന്തപുരം തിരുമല ജംഗ്ഷനിൽ 2 ദിവസം മുൻപ് ഒരു വൈകുന്നേരത്തെ കാഴ്ചയാണ്. കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ ഒരു ബൊലേറോ പിക്കപ്പിന്റെ പിന്നിൽ പിടിപ്പിച്ചു കൊണ്ടുപോകുന്ന യാത്രയാണിത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഇങ്ങനെ ഘടിപ്പിച്ചു കൊണ്ടുപോകുന്ന മിക്സിംഗ് മെഷീൻ ഇളകി മറ്റു വാഹനങ്ങളിലും കാൽനട യാത്രക്കാരെയും ചിന്നിടിച്ച് പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 വർഷം മുൻപ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ചെറ്റച്ചൽ എന്ന സ്ഥലത്ത് ഇത്തരത്തിൽ അശ്രദ്ധമായി ഘടിപ്പിച്ചു കൊണ്ടുപോയ മിക്സർ മെഷീൻ ഊരി ഇളകിത്തെറിച്ച് ഒരു ഇരുചക്ര വാഹനത്തിൽ ചെന്നിടിക്കുകയും ആ വാഹനത്തിലെ യാത്രക്കാരൻ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ചില അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം തിരക്കുള്ള സമയങ്ങളിൽ ഇങ്ങനെ മിക്സർ മെഷീൻ കൊണ്ടുപോകാൻ പാടില്ലെന്നും കൊണ്ടുപോകുമ്പോൾ, അതായത് ഈ തിരക്കുള്ള സമയത്തല്ല, അല്ലാത്ത സമയത്ത് കൊണ്ടുപോകുമ്പോൾ പോലും ഇതിന്റെ പിൻവശത്ത് പിന്നാലെ വരുന്ന യാത്രക്കാർ ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ ചുവന്ന തുണിയോ മറ്റോ സ്ഥാപിക്കണമെന്നുമൊക്കെ അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. യാതൊന്നും സംഭവിച്ചില്ല. ഇത് കണ്ടാലും കൂടുതൽ ഗതാഗത കുരുക്കുണ്ടാക്കേണ്ട എന്ന് കരുതിയാകും പോലീസുകാരും കണ്ട ഭാവം നടിക്കില്ല. ഞങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവർക്കോ ആ വാഹനത്തിലുള്ള തൊഴിലാളികൾക്കോ പിന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിക്സറിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത് പലപ്പോഴും ഇടത്തേക്കും വലത്തേക്കും നിയന്ത്രണം വിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ മുകളിൽ മറ്റു സാധനങ്ങളും അശ്രദ്ധമായാണ് കെട്ടിവെച്ചിരിക്കുന്നത്. പിടിച്ചാലും ചെറിയൊരു പിഴ. ആ ധൈര്യമാണ് ഇത്തരക്കാർക്ക്. എന്തെങ്കിലും അപകടം ഉണ്ടായാൽ നഷ്ടപ്പെടുന്നത് ഏതെങ്കിലും സാധാരണക്കാരന്റെ ജീവനായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടാലും നടപടി ഉണ്ടാകാനും സാധ്യതയില്ല. എങ്കിലും കാണുന്ന ഏതെങ്കിലും ഏമാന്മാരുടെ കണ്ണ് തുറക്കുമോ എന്നുള്ളത് ഒരു പ്രതീക്ഷ തന്നെയാണ്.